ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനീറ എഴുതിയിരിക്കുന്നതിൻ്റെ മേലാണ് വായിക്കുന്നത്. മാഡം, തൽക്കാലം എന്നെ അനീറ എന്ന് വിളിക്കാം. ഇത് സാങ്കല്പികമായൊരു പേരാണ്. എനിക്ക് 23 വയസ്സുണ്ട്. ഞാൻ വിവാഹിതയാണ്. ഈ അടുത്ത കാലത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. എൻ്റെ ഹസ്ബൻഡിന് ഗൾഫിലാണ് ജോലി. നാട്ടിൽ നിന്ന് ഞാൻ തുടർ പഠനം ചെയ്യുന്നതിൽ ഒരു എതിർപ്പുമില്ലാത്ത ഫാമിലിയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഞാനും തുടർന്ന് ഉപരിപഠനം എത്രയും പഠിക്കാമോ അത്രയും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങി മാഡം. എൻ്റെ ഇക്കയുടെ ബാപ്പയും ഉമ്മയുമൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ രണ്ടുപേർക്കും ജോലിയുമുണ്ട്. മൂത്തൊരു ബ്രദറുണ്ട്. പുള്ളി ദുബായിൽ സെറ്റിൽഡാണ്. എൻ്റെ ഭർത്താവ് ദുബായിലല്ല, വേറെ രാജ്യത്താണ്. എന്തായാലും മാഡം, ഇതാണ് ആ വീട്ടിലെ സിറ്റുവേഷൻസ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഉമ്മയും ബാപ്പയും ഒക്കെ ഒത്തിരി മോഡേൺ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലെ പോലെയല്ല അവിടുത്തെ സിറ്റുവേഷൻസ്. എല്ലാ വീക്കെൻഡ്സിലും ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടെ മാളിലും മറ്റും പോയി കറങ്ങി നടക്കും, സിനിമ കാണാനൊക്കെ പോകും. എൻ്റെ ഫാമിലിയാണെങ്കിൽ അതൊന്നും സമ്മതിക്കില്ല. എല്ലാവരും നല്ല ഫ്രീഡം നിറഞ്ഞൊരു ജീവിതമാണ് ഈ ഫാമിലിയിൽ നയിക്കുന്നത്. എൻ്റെ ഈ കല്യാണം നടന്നത് എൻ്റെ മാമ, അതായത് അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളയുണ്ട്, ഭാര്യയും അവരുടെ വീട് എൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്താണ്. അവർ കൊണ്ടുവന്ന ആലോചനയാണ്. അങ്ങനെ കല്യാണം നടന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാമി ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. എൻ്റെ മാമയും ഗൾഫിലാണ്. അവർക്ക് 2 കുട്ടികളാണുള്ളത്. ഞാൻ ഇടയ്ക്ക് പോയി എൻ്റെ മാമിയെ സഹായിക്കും. അതിലൊന്നും ഒരെതിർപ്പും എൻ്റെ അമ്മായിമ്മയ്ക്കില്ല. എൻ്റെ ഒരു ബന്ധു 1 കിലോമീറ്ററിനുള്ളിൽ അവിടെ ഉള്ളത് നല്ലതല്ലേ? അതും എനിക്കൊരാശ്വാസമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഇതിനിടയ്ക്കാണ് ഒരു ദിവസം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത്. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ മാമി എന്നെ വിളിച്ചു. മോളെ, എടീ നീ ഇങ്ങോട്ട് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന പോലെയായി. എന്താ മാമി, മാമയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നുമല്ല. പിള്ളേർക്ക് എന്തെങ്കിലും ആയോ? അതൊന്നുമല്ല, അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. നീ ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോട് ഒരു കാര്യം രഹസ്യമായിട്ട് പറഞ്ഞേ പറ്റൂ, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഞാനോർത്ത് എന്തായി പ്രശ്നം, എന്തായാലും പോയി തിരക്കുക തന്നെ. ഞാനങ്ങനെ പറഞ്ഞു. മാമീനെ വിളിച്ചതുകൊണ്ട് മാമിയുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു. നടന്നു പോകാനുള്ള ദൂരമുള്ള ഏകദേശം 1 കിലോമീറ്റർ കഷ്ടിച്ചുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് മാമിയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ കുട്ടികൾ 2 പേരും അവിടെ ഇല്ല. എവിടെ പോയെന്ന് ചോദിച്ചപ്പോഴേക്കും അവരെ ഞാനൊരിടം വരെ പറഞ്ഞു വിട്ടു. മോളെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നീ എന്നെ കുറ്റക്കാരിയാക്കരുതേ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മാമി, എന്താ പ്രശ്നം എന്ന് പറ. എടി, നിനക്ക് അപ്പുറത്തെ വീട്ടിലെ ലാലുവിനെ അറിയില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചെക്കൻ കോളേജിലും കണ്ടല്ലേ പഠിക്കുന്നത്. എടി, അവന് PG ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയാൻ മടി. എടി, ഒരു സഹായത്തിന് അവൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പിള്ളേർക്കും പാക്കറ്റ് പാൽ ഇഷ്ടമല്ല, പശുവിൻ്റെ പാൽ തന്നെ വേണം. നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ഗൗരിയടത്തിയില്ലേ, അവരോട് ഞാൻ ചോദിച്ചിരുന്നു ഇത്തിരി പാൽ കൂടെ തരാമോന്ന്. അപ്പോൾ ആരെങ്കിലും വന്ന് മേടിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ അങ്ങോട്ട് കൊണ്ടുതരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഇവനോട് പറഞ്ഞു, ലാലു മോനെ, എടാ നീ പോയി പാൽ വാങ്ങിച്ചോണ്ട് വരുവോടാ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ജിമ്മിൽ പോയിട്ട് വരുമ്പോഴേക്കും പാലെടുത്തോണ്ട് വരാമെന്നും. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് അവനാണ് എന്നും പാലെടുത്തോണ്ട് വരുന്നതും. അയ്യോ, അതൊക്കെ ഒരു പ്രശ്നമാണോ മാമി? എൻ്റെ പെണ്ണെ, ഞാൻ ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. അവനാണെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മിക്കവാറും ഇല്ലേടി പാല് ഡയറക്റ്റ് കൊണ്ടുവന്ന് ഗേറ്റ് തുറന്നിട്ട് കൊണ്ടുവന്ന് അടുക്കള വശത്തോട് വന്ന് അടുക്കളയിൽ അങ്ങ് വെക്കും. കഥയിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഒരു പാത കൊണ്ടല്ലോ, അവിടേക്ക് വെച്ചിട്ട് എന്നോട് 2 വർത്താനം പറഞ്ഞിട്ട് അങ്ങ് പോകും. ആ സമയത്താണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒന്നെങ്കിൽ ഞാൻ അപ്പം ചുടുകയായിരിക്കും, അല്ലെങ്കിൽ ദോശ ഞാൻ പരത്തി ചുടുകയായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാക്കുകയാകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, മോനൊരു കാര്യം ചെയ്യ്, നീ കഴിച്ചിട്ട് പോ എന്ന് പറയുമ്പോഴേക്കും അവൻ പറയും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാലും ചില ദിവസങ്ങൾ ഞാൻ നിർബന്ധിക്കും. ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ രാവിലെ ഇടാ നല്ല അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല പതപതത്തപ്പം, അറ്റമെല്ലാം ഇല്ല ഇങ്ങനെ പൊങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറയും എന്നാൽ ഇന്ന് ഇത്തയുടെ 2 അപ്പം തിന്നിട്ട് പോകാം എന്ന് പറഞ്ഞ് ചെക്കൻ ഇവിടെ നിന്ന് ഇടയ്ക്ക് കഴിക്കും. എന്നുമില്ല കേട്ടോ, ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 5-6 വട്ടം. അത് ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത്. ഇതൊക്കെയില്ലേ നിൻ്റെ മാമായ്ക്കും അറിയാം. ഇക്കയോട് ഞാൻ അത് പറയാറുണ്ട്. ഓ മാമി, അവനോടൊന്ന് അപ്പം കഴിച്ചാൽ എന്താ, അപ്പത്തിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, അതല്ലടി ഞാൻ പറഞ്ഞ കേൾക്കും. എൻ്റെ പൊന്നു മാമി, ഇത്രയും വലിയ കഥയാണോ? അതേടി, ഇത്തിരി വലിയ കഥ, നീ ഒന്ന് കേൾക്കും. ശരി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവനാണെങ്കിൽ എന്നോട് സംസാരിക്കാനും ചിരിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ വെറുതെ അവൻ്റെ മസിലിനെ പറ്റിയിട്ടും അവനാരോടെങ്കിലും പ്രേമമുണ്ടോയെന്നും നീ ഇങ്ങനെ മസിലുണ്ടാക്കിയിട്ട് എന്തോ ചെയ്യാനാടാ എന്നൊക്കെ ഞാൻ ചോദിച്ചു. മോളെ, മാമി
ആൾ കൊള്ളാലോ. ഒന്ന് പോ പെണ്ണേ. അവൻ എനിക്ക് മറ്റു പല കാര്യങ്ങളും സഹായമായിട്ട് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് അവനോട് തമാശ പറയുന്ന കേട്ടോ. പക്ഷേ ഒരു ദിവസം, അതായത് 2-3 മാസത്തിന് മുമ്പ്, അവൻ എനിക്ക് 1-2 ഫോട്ടോയും വീഡിയോയും കാണിച്ചു തന്നു മോളെ. അതെന്ത് വീഡിയോയും ഫോട്ടോയും? അത് ഞാനിങ്ങനെ നിൽക്കുന്നതും പിന്നെ ചേഞ്ച് ചെയ്തതും ഒക്കെയാ മോളെ. അതിനകത്ത് എൻ്റെ എല്ലാം കാണാം. എടി, അവൻ ജനൽ വഴി എടുത്തതാണ്. ഞാൻ അവനെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമാണ്. പക്ഷേ എനിക്കിത്തായെ ഭയങ്കര ഇഷ്ടവുമാണ്. അത് മനസ്സിലാക്കണം. ഇത്ത ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ. വെറുതെ നിന്ന് കഴിഞ്ഞാൽ എന്താ ഇത്ത ഗുണം? ഇത്ത എന്നോട് മറ്റു പല കാര്യങ്ങളും സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട്. ഈ ഒരു കാര്യത്തിന് മാത്രം എന്താ മടി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ പിന്നെ അതിന് ബാക്കി നോക്കിയിട്ടുള്ളെന്നും. എനിക്കാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് തല പെരുത്തു മോളെ. അങ്ങനെയായപ്പോൾ ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് നിന്നു. കഴിഞ്ഞ മാസം മുതൽ ഇന്നലെ വരെ ഏകദേശം 10 വട്ടം അവൻ ഇവിടെ വന്ന് എന്നെ സഹായിച്ചിട്ട് പോയടി. എനിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം, കുറ്റബോധം. ഞാൻ ശരിക്കുമില്ലേ നിൻ്റെ മാമായെ ദ്രോഹിക്കുകയല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാണ്? അവൻ്റെ കയ്യിൽ അതിരിക്കുന്നിടത്തോളം കാലം അവൻ പറയുന്നത് ഞാൻ അനുസരിച്ചല്ലേ പറ്റൂ. എനിക്ക് തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റബോധം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ. നിനക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അതുകൊണ്ടാണ് മോളെ നിന്നോട് പറഞ്ഞത്. മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. പിന്നെ എനിക്ക് പേരുദോഷവുമാകും. ആദ്യം അത് കിട്ടുമ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഈ പയ്യന്മാർക്കൊക്കെ എന്തിന് കേടാണ്? ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ ഓർത്തു ഞാൻ. പക്ഷേ അപ്പം മാമിയോട് ചോദിച്ചു, അല്ലേ മാമി, അവൻ വന്നിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടാ നീ മേലിത് ആവർത്തിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് നിനക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ. സ്ത്രീകൾ ഒന്ന് മുന്നോട്ട് പോയി നിയമസഹായം തേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് എതിർക്കാമായിരുന്നില്ലേ? അതുമാത്രമല്ല, മാമി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവനല്ലേ ഒളിച്ചു നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തത്. എന്നാലും മോളെ, എനിക്കതൊക്കെ പുതുമയാണ്. എനിക്ക് പേടിയാ. ഇക്ക വല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെണ്ണുങ്ങളെ മാത്രമല്ലേ കുറ്റം പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാമി എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്ന് പൊട്ടിക്കരഞ്ഞു. അയ്യോ പാവം മാമി, ഇങ്ങനെ ട്രാപ്പിൽ പെട്ടല്ലോ. എൻ്റെ മാമി ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ആട്ടിപ്പായക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്ന് ഞാൻ മാമിയോട് പറഞ്ഞു. മാമി പറഞ്ഞു, മോളെ പേടിയാണ്. എങ്കിലും ഞാൻ നിന്നോട് അങ്ങ് പറഞ്ഞതാണ്. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഇത് അറിയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എങ്കിൽ ഞാൻ അവനോട് ചോദിക്കാം മാമി എന്ന് പറയും. മാമി, അയ്യോ വേണം കേട്ടോ, ചോദിക്കല്ലേ മോളെ. അവൻ പ്രശ്നക്കാരനാണേ. ഞാനിതൊക്കെ സഹിക്കില്ല, അത് വേറെ വഴിയില്ല. പക്ഷേ എന്തെങ്കിലും ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മോള് എൻ്റെ കൂടെ നിൽക്കണം. മാമയൊക്കെ വരുമ്പോഴേക്കും മോൾ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അത് മാത്രം ചെയ്താൽ മതി. എൻ്റെ മോള് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കില്ലേ കുട്ടി എന്നൊക്കെ പറഞ്ഞ് മാമി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഷോ, എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. മാമി ഇതെന്നോട് പറയുകയും ചെയ്തു. കരയ്ക്കും വെള്ളത്തിനും അടുക്കൊന്നുമില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. അത് വല്ലാത്ത വിചിത്രമായിട്ട് എനിക്ക് തോന്നി. ഒരു പക്ഷേ ഞാനും ആ സിറ്റുവേഷനിലാണെങ്കിൽ പേടിച്ച് ഇങ്ങനെ തന്നെയാകും പെരുമാറുക. എന്തായാലും മാമിക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കണം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ മാമിയെ സപ്പോർട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. മാമി ഒരു കാര്യം ചെയ്യേ, എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറ. അപ്പോഴെങ്കിലും അവൻ എന്തെങ്കിലും രീതിയിൽ പേടിക്കുമെന്നറിയാലോ. എന്നോട് ഏറ്റുമുട്ടാൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ ഭർത്താവുണ്ട്, പിന്നെ അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസമുള്ളവരാണ്. അവരെ കൂട്ടു നിന്നോളൂന്ന്. അയ്യോ എൻ്റെ പൊന്നുമോളെ, അത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ടാടി. ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, നീ ഇനി ഒന്ന് മനസ്സിലാക്കി കുട്ടാ എന്നൊക്കെ പറഞ്ഞ് മാമി പിന്നെയും കരഞ്ഞു. ഓക്കെ, ഞാൻ അത് സമ്മതിച്ച് അവിടെ നിറങ്ങാൻ തുടങ്ങുമ്പോഴുണ്ട് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞ ആ ചെക്കനില്ലേ കയറി വന്നു. അപ്പോഴാണ് ഞാൻ അവനെ അടിമുടി ഒന്ന് ശ്രദ്ധിക്കുന്നത്. കൊള്ളാം, ഏതോ ഒരു സിനിമാ നടൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ആകെക്കൂടി ജിമ്മിലൊക്കെ പോയിട്ട് അടിപൊളിയാണ്. പിന്നെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ പോലെ മോഹിക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും അവനുണ്ട്. മാമി പിന്നെ എന്തിനാണോ കരയുന്നതെന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഡൗട്ട് എൻ്റെ മനസ്സിൽ വരികയും ചെയ്തു. പക്ഷേ അവന് കയറി വന്നപ്പോഴേക്കും മാമിയോട് ചെന്നിട്ടും, എന്താ മോനെ, എന്താ ഇത് പിടിക്കിട്ടാ, നല്ലതാ, നല്ല രുചിയാ എന്ന് പറഞ്ഞ് ഒരു കവർ കൊടുത്തു. എന്താ മോനെ ഇതിൻ്റെ അകത്ത്? മാമി അങ്ങ് കൊഞ്ചുകയാണ്. അത് നല്ല മാമ്പഴം ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണെന്നും അല്ലേലും എനിക്കാണെങ്കിൽ നല്ല മാമ്പഴം നീയേ കൊണ്ടു തരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് ചിരിച്ച് സാധാരണ പോലെ സംസാരിക്കുന്നു. അവനങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ മാമി എന്നോട് പറയണം, കണ്ടോ
കണ്ടോ മോളെ, അവനെ അഭിനയിക്കുന്നത് കണ്ടോ? എന്തെങ്കിലും അവൻ്റെ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ? ഒരു വലിയ കള്ളനാ മോനെ അവൻ. പക്ഷേ ഇവരുടെ മുഖത്തൊന്നും ഒന്നും എനിക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. എങ്കിലും അവരെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മാമയാണെങ്കിൽ അകത്ത് കയറി പോവുകയും ചെയ്തു. ഞാൻ നടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ആ ചെക്കനെ വീട്ടുമുറ്റത്ത് അവനവിടെ നിൽക്കുന്നു. ഞാൻ അധികം ഒന്നും മിണ്ടിയിട്ടില്ല, എന്നാലും അറിയാവുന്ന ആളാണ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ പുഞ്ചിരിച്ചു. എപ്പോഴാണ് വന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കുറേ നേരമായി വന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കാനെന്ന് പറഞ്ഞു. പോവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാണെന്ന്. അവൻ അവിടെ നിന്ന് ചെടികൾ വെട്ടിവിടുകയാണ്. ഇവനോട് ചോദിക്കണോ? ഇവൻ നോർമലായിട്ട് പെരുമാറുന്നു, എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? ഇവനൊരു വില്ലനാണോ? എനിക്ക് പല ചോദ്യങ്ങളും ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മൊബൈൽ നമ്പർ ഇങ്ങോട്ട് തരാമോ? കാര്യം മാമി എന്നോട് പറഞ്ഞു സഹായിക്കാൻ വേണ്ടിയിട്ട് നീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും മാമിക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരണ്ടല്ലോ, നിന്നെ വിളിച്ചാൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിനെന്താ, നമ്പർ തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്പർ ഞാൻ സേവ് ചെയ്തു. വാട്സാപ്പിൽ നിന്ന് ഒരു ഹായ് വെച്ചു. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ വൈകിട്ട് ഒരു 4 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അവനെ വിളിച്ചു. എനിക്കാണെങ്കിൽ ഉച്ചവരെയുള്ള ക്ലാസ്. അവൻ ക്ലാസ്സിൽ നിന്ന് വന്ന് കാണുമോ എന്തായാലും ഫോൺ വിളിച്ചപ്പോൾ എടുത്തു. ഞാൻ പറഞ്ഞു, ഇവിടെ കുറേ മാങ്ങ കൊണ്ടുവച്ചിരിക്കുന്നു. ഇവിടെയാണെങ്കിലേ അമ്മായിച്ചനും അമ്മായിയും ഒന്നുമില്ല, അങ്ങോട്ട് മാമയ്ക്ക് കൊണ്ട് കൊടുക്കണമെന്നുണ്ട്. ഇവിടെ വന്ന് എടുത്തുകൊണ്ടൊന്ന് കൊണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചു മാങ്ങ. അവൻ പറഞ്ഞു എന്താ, ഞാൻ ബൈക്കിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നു. ഞാൻ പറഞ്ഞു, നീ കയറിയിരിക്കുക, ഞാൻ ചായ ഇട്ട് തരാമെന്ന്. അയ്യോ വേണ്ട വേണ്ട, ചായ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറി വാ. അങ്ങനെ അവൻ കയറി വന്ന് വീട്ടിൽ സ്വീകരണമുറിയിലിരുന്നു. ഞാൻ മാങ്ങ കൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഈ ഒരു സത്കർമ്മത്തിനായി ഞാൻ കുറേ മാങ്ങ വെച്ചിരുന്നു. അവൻ മാങ്ങ വാങ്ങിച്ചോണ്ട് എങ്കിൽ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. എന്താന്ന് അവൻ ചോദിച്ചു. അവൻ്റെ മുഖം മാറുന്നത് കണ്ടു. ഇവൻ കള്ളനാണോ? എന്തായാലും ധൈര്യം വേണം. ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചു. നീ ഇങ്ങനെ വീഡിയോ എടുത്ത് മാമയെ പേടിപ്പിച്ച് മാമയെ നീ പേടിപ്പിക്കുമല്ലേ എന്ന് ചോദിച്ച് ഞാൻ തുറന്നങ്ങ് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഞെട്ടി വിയർത്തു. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല, ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അവരാണ് എന്നെ നിർബന്ധിച്ചത്. അവരെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ബന്ധത്തിൽ ഞാൻ വീണുപോയി. അത് കണ്ടിന്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമുണ്ടായിട്ടില്ല. അവരുടെ ഒരു വീഡിയോയും എൻ്റെ കയ്യിലില്ല. ദേ, എൻ്റെ ഫോൺ വേണമെങ്കിൽ ഞാൻ കൈ തരാം, ഇത് കൊണ്ടുപോയി എവിടെ വേണമെങ്കിൽ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പക്ഷേ മാമി എന്നെ വിളിച്ച് പറഞ്ഞത് നീ നിർബന്ധിക്കുന്നു, വീഡിയോ എടുത്ത് കാണിച്ച് മാമിയെ വലിച്ചിഴയ്ക്കുന്നു എന്നൊക്കെ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന്. അപ്പോൾ അതൊന്നും വേണ്ട, ആരെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഇത് മാമ അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത്. നിന്നോട് ചോദിക്കാൻ ഒട്ടും സമ്മതിച്ചില്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ നെഞ്ചത്ത് കൈവച്ചു. ഓ, അപ്പം വെറുതെ ഇരുന്ന് എന്നെ ആശ കാട്ടി മയക്കിയിട്ട് അവർ ഇപ്പോൾ അവസാനം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരാളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സപ്പോർട്ട് തേടി മുൻകൂറായി ഓരോ കരുതൽ ഉണ്ടാക്കി വെക്കുകയാണ്. ദേ, നിങ്ങൾ ഈ ചാറ്റൊക്കെ നോക്കിക്കി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മാമിയാണ് അങ്ങോട്ട് കൂടുതൽ ചാറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടാ, ഇന്ന് വരുമോടാ ചെക്ക? എവിടെ പോയിരിക്കുക? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ 5 മണിയാകുമ്പോൾ വീട്ടിൽ കാണണമെന്ന്? എനിക്കാണെങ്കിൽ നീ കോളേജിൽ നിന്ന് താമസിച്ച് വന്നു കഴിഞ്ഞാൽ ടെൻഷനാ. ദേ, മാമി ഇപ്പോൾ പ്രത്യേക രീതിയിൽ നിന്നെ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മാമിയുടെ കുറേ ഫോട്ടോ മാമി അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. മുഖമൊന്നുമില്ല, എങ്കിലും കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാകുമല്ലോ. ഞാനിപ്പോൾ അവനോട് ചോദിച്ചു, ആഹാ, മാമി അതീവ കള്ളിയാണല്ലോ, എന്നെയും നിന്നെയും എല്ലാം ഓരോ രീതിയിൽ പുള്ളിക്കാരി ചതിക്കുകയാണ്, അടിപൊളി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വേറെയും ഉണ്ടെന്ന്. മാമിക്കാണെങ്കിൽ വരിക്കച്ചക്കകളെക്കുറിച്ച് ഗവേഷണം നടത്താനുള്ള ഒരു പാഠം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഫോട്ടോസാണ്. മാമിയുടെ പറമ്പിൽ പോലും ഇത്രയും ചക്കകളില്ലല്ലോ എന്ന് ഞാൻ വാട്സാപ്പ് ചാറ്റ് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞു. പാവം പയ്യൻ, അവനാണെങ്കിൽ 1-2 ഫോട്ടോസ് മാത്രമേ അയച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ മാമി പലവിധ ഫോട്ടോസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവർ മികച്ച ഒരു ഇത് തന്നെ എന്ന് പറഞ്ഞ പോലെ ഒരു പുള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വേറൊരു കാര്യമുണ്ട്, മാമി ഇങ്ങനെയൊക്കെ കഥ മെനയുകയാണെങ്കിൽ എന്നെങ്കിലും ആരെങ്കിലും അറിയുമ്പോൾ നിനക്ക് തന്നെ
തന്നെയായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത്. അവർ ഈസിയായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. സോറി, ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡീപ്പായിട്ട് ചിന്തിച്ചില്ല. അവരെ എനിക്ക് ഇഷ്ടമായിരുന്നു. അവർ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത് സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. വരും വരായകളെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അവരാണ് ഭൂലോക കള്ളിയെന്ന്. ഞാൻ പറഞ്ഞു, ആ എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, സൂക്ഷിച്ചും കണ്ട് നടക്കൂ, അല്ലാതിപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മാമിയാണ്, കൂടുതൽ അവരെ ഞാനിപ്പോൾ കയറി ചൊറിയാൻ പറ്റുമോ? സൂക്ഷിച്ചും കണ്ടും നിന്നാൽ നിനക്ക് കൊള്ളാമെന്ന് ഉപദേശിച്ചാണ് വിട്ടത്. എന്തായാലും മാമി ഞാൻ കൈയോടുകൂടി പിടികൂടും. പക്ഷേ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാം, 1 മാസം. അത് കഴിഞ്ഞ് കള്ളിയുടെ കള്ളത്തരം ഞാൻ പൊളിക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കേട്ടത്. അവൻ ഇറങ്ങാൻ നേരത്തുണ്ട് എൻ്റെ അമ്മായിമ്മ മാത്രമായിട്ട് കയറി വരുന്നു. അമ്മായിമ്മ അവനെ ഒന്ന് സംശയത്തോടെ നോക്കി. പിന്നെ എന്നെയും. ഞാൻ പറഞ്ഞതേ മാമയ്ക്ക് കൊടുക്കാനുള്ള മാങ്ങ എടുക്കാൻ വേണ്ടി വന്നതാണെന്നും എന്ന് മൂളിയിട്ട് അമ്മായിമ്മ അകത്തേക്ക് കയറിപ്പോയി. അവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ആരുമില്ലാത്ത സമയത്ത് നീ തനിയുള്ളപ്പോൾ ആണുങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷേ മറ്റുള്ളവർക്ക് സംശയമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ ആ പെൺപിള്ള എന്നോട് പറഞ്ഞത് ഒരുത്തനങ്ങോട്ട് കയറിപ്പോയിട്ട് കുറേ നേരമായെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, എനിക്ക് വേണ്ടിയിട്ടല്ല. എന്നാലും ചുറ്റുപാട് നീ നോക്കണം, നമ്മളെപ്പോലെ മോഡേൺ അല്ല മറ്റുള്ളവരെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അമ്മായിമ്മ എന്നെ തെറ്റിദ്ധരിക്കുമോ? അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇതുപോലെയാണ് പ്രശ്നം, അതുകൊണ്ട് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മാമി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഡൗട്ട് തോന്നി. കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ ഇങ്ങനെയും പറഞ്ഞു. വാട്സപ്പൊക്കെ ഞാൻ നോക്കി ഉമ്മ, അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ ചക്കത്തോട്ടമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ പെട്ടെന്ന് മൂക്കത്ത് വെള്ളി വെച്ചു. എൻ്റെ പൊന്നുമോളെ, ഇതായിരുന്നു അവിടെ അടക്കവും ഒതുക്കവും അവിടെ പറച്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ സ്വർഗത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന ഹൂറിയാണെന്ന് തോന്നും. അല്ലേലും അമ്മായി ഒരു ഹൂറിയല്ലേ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ എന്നോട് പറഞ്ഞു, എടി നീ പോയി അടുത്ത ദിവസം തന്നെ ചോദിക്കണം, എന്തിനാണ് ഇങ്ങനെ കള്ളക്കഥ നീ ചോദിക്കാതെ തന്നെ നിന്നെ വിളിച്ചു വരുത്തി പറഞ്ഞതെന്നും ചെക്കനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ പറഞ്ഞത് വ്യത്യസ്തമായ കഥയാണെന്നും. ഇങ്ങനെ വെറുതെ എന്തിനാണ് ബലിയാട് ചമയുന്നതെന്ന് ചോദിക്കണം. മോളെ, അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം പറയാം. അവസാനം നിന്റെ മാമയോ നാട്ടുകാരോ വല്ലതും അറിഞ്ഞിട്ട് അത് പ്രശ്നമാകുമ്പോഴേക്കും അവർ പറയും, ആ ചെക്കൻ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നത്, എൻ്റെ മരുമകൾക്കെല്ലാം അറിയായിരുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ പേരോട് പറയും. ചുരുക്കം പറഞ്ഞാൽ നീയും കൂട്ടിലാകും, നമ്മളെല്ലാവരും നാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ ചോദിക്കുമെന്ന്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ന്യൂട്രൽ ഞാൻ അങ്ങോട്ടൊന്ന് പോയി. അപ്പം മാമി പിന്നെയും, എടി ഇന്നലെയോ വന്നായിരുന്നു കേട്ടോ, അവനോട് എനിക്കങ്ങ് സമ്മതം പറയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ചെക്കൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിലും ഒന്നും നിർത്തിയിട്ടില്ല. അല്ലെങ്കിലും ചക്കരക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആ അതായിരിക്കും, അവൻ്റെ മനസ്സിലെല്ലാം ഉണ്ടല്ലോ, വാണിങ്ങായിട്ട് അവൻ നിന്നോളുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ചോദിക്കേണ്ടത് ഞാൻ തന്നെ ചോദിക്കണ്ടേ? അപ്പോൾ കഥയെല്ലാം കേട്ടു. അവൻ ഇന്നലെ അങ്ങനെയായിരുന്നടി, ഉറങ്ങിയില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് മാമയുടെ കിടലിൽ കഥ ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ മാമിയോട് ചോദിച്ചു, മാമി എന്തിനാണ് ഇങ്ങനെ വലിയ കഥകൾ ഉണ്ടാക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ ചെക്കനോട് ചോദിച്ചിരുന്നു. മാമിയുടെ ചാറ്റടക്കം എല്ലാം ചെക്കൻ എന്നെ കാണിച്ചു. മാമിയുടെ ചക്കത്തോട്ടം മുഴുവനും ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാമി ഇങ്ങനൊരു ഗെയിം കളിക്കാരിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ നല്ലത് പറഞ്ഞു. അവസാനം മാമി, മോളെ എടി എനിക്ക് പേടിയായിരുന്നു, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. നിൻ്റെ മാമ അങ്ങേ ഒരു കാശിനും കൊള്ളത്തില്ല, കാശുണ്ടാക്കി തരാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളില്ലടി. വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുകയാണ്. നിൻ്റെ ഭർത്താവ് സുന്ദരനാണ്, ചെറുപ്പമാണ്, അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല. എനിക്ക് അങ്ങനെയല്ല, നിൻ്റെ മാമ അങ്ങനെയാണ്, ചക്കയാന്നൊക്കെ പറഞ്ഞു. മാമയ്ക്ക് ഒരു കുഴപ്പമില്ല, കുഴപ്പമുണ്ടാകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ പുള്ളിക്കാരൻ ഇടയ്ക്കൊക്കെ മാത്രമേ വരികയുള്ളൂ, ഗൾഫിലാണ്, ഇവിടെ ആരുമില്ല. മാമിക്കാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുന്നില്ല, പുറത്തങ്ങ് ഇറങ്ങിപ്പോകാനുള്ള ഒരു വലിയ സാഹചര്യമില്ല. അപ്പോൾ പിന്നെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ ഇതല്ലേ സംഭവിച്ചത്, സത്യം പറഞ്ഞോളാൻ പറഞ്ഞു. മാമിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവസാനം മാമി പറഞ്ഞു വന്നപ്പം മാമിക്കൊരു കുഴപ്പമില്ല, പക്ഷേ മാമിക്കാണ് കുഴപ്പം. മാമിക്ക് ഒത്തിരി ഗ്യാപ്പൊന്നും സഹിക്കാൻ വയ്യ. ഭർത്താവിനോട് പിന്നെ സ്നേഹപൂർവ്വവും ബഹുമാനപൂർവ്വവും അങ്ങ് പെരുമാറുന്നു എന്നുള്ളതല്ലാതെ മാമി ഇവിടെ ശരിക്കും ഉഷ്ണച്ചൂട് അനുഭവിക്കുകയായിരുന്നു. അപ്പോഴാണ് ചെക്കൻ അവിടെ ഇങ്ങനെ വളർന്ന് വലുതായി നിൽക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ ആ മരം ഇങ്ങോട്ടങ്ങ് ചായച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങ് പടർന്നു കയറി. ഇതാണ് സംഭവിച്ചത്.
സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ ഉപദ്രവിക്കരുതല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു, മാമി സൂക്ഷിച്ചും കണ്ടോ ഒക്കെ വേണം, ഇത് വേണോ, ഇത് നിർത്തരുതോ, പതുക്കെ നിർത്തൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു. മാമി അതൊക്കെ തലയാട്ടി സമ്മതിച്ചു. എങ്ങനെയാണ് ഞാൻ നിർത്തുക എന്ന് പറഞ്ഞ് മാമി അവസാനം എന്നെ വേറെ വീഡിയോസ് കാണിച്ചു. ഇവർ രണ്ടുപേരും കൂടി പരസ്പര സമ്മതപ്രകാരം നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് വാട്സാപ്പിൽ ഞാൻ കണ്ടപ്പോൾ മാമിയുടെ ചക്ക പ്ലാൻ തോട്ടങ്ങളാണ് ഞാൻ കണ്ടത്. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, ലൈവായിട്ട് നല്ല വീഡിയോ ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു മാഡം. മാമിയെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല, മോഹിച്ചതിനും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം പല വീഡിയോസൊക്കെ ഞാനും പലപ്പോഴായി ഒന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ മികച്ച കാര്യങ്ങൾ കൺമുന്നിൽ കാണുമ്പോഴേക്കും ആരുടെ മനസ്സും ഒന്ന് പിടക്കില്ലേ. മാമിയാണെങ്കിൽ ഈ അവസരം യൂട്ടിലൈസ് ചെയ്തതിൽ എനിക്ക് ഒരു കുറ്റവും അപ്പോൾ പറയാൻ തോന്നിയില്ല. ഞാൻ അന്തിച്ചു പോയെന്ന് പറയാം. എൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാമിനോട് ചോദിച്ചു, മോളെ എങ്ങനെയാണ് മോളെ ഞാൻ കൈവിടുക എന്ന്. മാമിയുടെ നിസ്സഹാവസ്ഥ എനിക്ക് മനസ്സിലായി. ഒരു കണക്കിന് നോക്കുമ്പോൾ മാമി ഒരു സൗഭാഗ്യവതിയാണ്. അവർക്ക് ഭാഗ്യം ഈ ഇടയ്ക്ക് കുട്ടിക്കൊമിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് ഭാഗ്യമുണ്ടോ എന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ചെറിയൊരു ഭാഗ്യം മാത്രം, വലിയ ഭാഗ്യങ്ങൾ എനിക്കുമില്ല. അപ്പോൾ ഓൾറെഡി വലിയ ഭാഗ്യമില്ലാത്ത അമ്മായി വലിയൊരു ഭാഗ്യം തേടിപ്പോയത് തെറ്റാണോ? ഞാൻ അമ്മായിയെ ന്യായീകരിച്ച് ആ നിമിഷം മുതൽ സംസാരിക്കാൻ തുടങ്ങി. ശരിയാ മാമി, മാമിക്ക് ഭാഗ്യമില്ലായിരുന്നു, വലിയ ഭാഗ്യം തേടി മാമി പോയി. ഞാനാണെങ്കിലും അങ്ങനെ ചിന്തിക്കൂ. മാമി ഇപ്പം സംശയത്തോടുകൂടി എന്നോട് ചോദിച്ചു, മോളെ മോടെ ഭാഗ്യം എങ്ങനെയുണ്ടെന്ന്. ഓ 10 രൂപ ലോട്ടറി എടുത്തിട്ട് 100 രൂപ അടിച്ച പോലെയുള്ളൂ. മാമിക്കാണെങ്കിൽ ബമ്പറല്ലേ അടിച്ചതെന്ന്. അപ്പോൾ മാമി പറഞ്ഞു, മോളെ ബമ്പറല്ല ജാക്ക് പോട്ട്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് രണ്ടുപേർക്കും ഒരു ജാക്ക് പോട്ട് വീതിച്ചെടുത്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാമി എന്തായി പറയുന്നത്? മാമി പറഞ്ഞു, ഞാൻ പറഞ്ഞത് തന്നെ മോളെ, എൻ്റെ അനുഭവം മോൾക്കും ഉണ്ടാകാം. അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മോളും എന്നെപ്പോലെ തന്നെ കഥകൾ പറയാൻ പഠിക്കും, എല്ലാം മറയ്ക്കാൻ പഠിക്കുമെന്ന് പറഞ്ഞു. മാമിയുടെ വചനങ്ങളിൽ ഞാൻ ആകൃഷ്ടയായി. അവനെ എനിക്കും ഒരു നോക്ക് കാണാൻ മോഹമായി, ഒന്നുരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി എന്ന് പറഞ്ഞതുപോലെ ഞാനും ആ അന്തരാളത്തിലേക്ക് വീണുപോയി. ഇപ്പോൾ മാമിയും ഞാനും ഇടയ്ക്കിടെ മാമിക്ക് വേണ്ടി സഹായം കൊടുക്കുന്നവളായി ഞാനവിടെ ചെല്ലും. അമ്മായിമ്മയോട് ഞാൻ പറയുന്നത്, ഞാനവിടെ ഉണ്ടെങ്കിൽ മാമി വഴിതെറ്റില്ലെന്നാണ്. ഇപ്പോൾ ഞാൻ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് മാഡം. ഇതിലിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വഴിതെറ്റിയ ഒരാളെ ശരിയാക്കാൻ പോയ ആൾ തന്നെ വഴിതെറ്റുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. അവനവൻ വഴി തെറ്റണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവനാണ്. അപ്പം ഈ കഥകളൊക്കെ കൊള്ളാം. അപ്പോൾ ഈ സ്വന്തമായിട്ട് നമ്മൾ പറയുന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണമെങ്കിൽ നമ്മളായിട്ട് തന്നെ നേർവഴിക്ക് നടക്കേണ്ടി വരും. വേറെ ആൾ വഴി തെറ്റിയോ തെറ്റിയില്ലോ എന്നറിയില്ല. നമ്മൾ വഴി തെറ്റാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അതേ ഈ കഥ കേട്ടിട്ട് എനിക്ക് പറയാനുള്ളൂ.